ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അതായത് വൈകുന്നേരം നമുക്ക് കുറച്ചധികം ജോലികളുള്ളപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് മടിയൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് പണികൾ മടിയില്ലാണ്ട് പെട്ടെന്നൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുമല്ലോ. അതുപോലെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കിയതൊക്കെ കാണിച്ചില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ പാത്രങ്ങളും ഒരുപാട് ബാക്കിയുള്ള ആ ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം ജോലികളുണ്ട്, നമുക്ക് നല്ല മടിയുണ്ട്. അങ്ങനെയുള്ളൊരു ടൈമിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ ടു ഡു ലിസ്റ്റ് അങ്ങ് എഴുതി വെക്കുക. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് സിമ്പിളായിട്ട് അങ്ങ് എഴുതി വെക്കുക. അതിനുശേഷം ഞാൻ അതിനൊരു ഓർഡറും കൂടി ഇട്ടു കേട്ടോ. അതായത് ഏത് കാര്യമാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, പിന്നെ ഏതാ വരുന്നത്, അങ്ങനെ ഫുൾ ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടതെന്നും കൂടി ഒന്ന് എഴുതി വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഓരോ ടാസ്കിനും ഏകദേശം എടുക്കുന്ന ഒരു ടൈമും കൂടി ഞാൻ എഴുതി വെച്ചു. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളൊരു സമയം കൂടി നമ്മുടെ കയ്യിൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും ഞാനൊരു കുറച്ചധികം സമയം തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ തീരെ അങ്ങ് സമയം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പണി ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു ടെൻഷൻ ആവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചധികം സമയം ഇട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 4:30 ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 7:30 തീരുന്ന പോലെയാണ് കേട്ടോ. അപ്പം ഒരു 3 hours പണിയുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ പ്രെയർ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ആദ്യം അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം കിച്ചൺ ക്ലീനിങ് ഉണ്ട്. ഉച്ചക്കലത്തെ ജോലികളെല്ലാം ബാക്കി വെച്ചിട്ട് കിച്ചൻ്റെ ആ ക്ലീനിങ്ങും ഉണ്ട്. അപ്പോൾ അത് രണ്ടും അങ്ങ് ഫിനിഷ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് വർക്കൗട്ട്. അപ്പോൾ അതും ചെയ്യണം. പിന്നെ നമുക്ക് ലോണ്ട്രി ചെയ്യാനുണ്ട്, ഒന്ന് പിക്കപ്പ് ചെയ്യാനുണ്ട്, പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്, അതുപോലെ പ്ലാന്റ്സിനെ ഒന്ന് കെയർ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എനിക്ക് അപ്പമാവ് അടിക്കാനുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെയാണ് ഓർത്തത്. അപ്പോൾ ആ ഒരു ടാസ്കും വരുന്നുണ്ട്. അങ്ങനെ ഒരു കുറച്ച് അത്യാവശ്യം ജോലികളുണ്ട്. അപ്പം ഏതായാലും പ്രയോറിറ്റൈസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഓരോരോ പണികൾ തീർക്കണം. അപ്പോൾ ഞാൻ ടൈമും കൂടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 4:30 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പ്രെയർ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഇനി ഇതാ കിച്ചൺ ക്ലീനിങ് ഉണ്ട്. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള സംഭവമാണ് കേട്ടോ കാണിച്ചത്. ഒരുപാട് ഡീപ്പ് ക്ലീനിങ് അല്ല, പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലിയർ ചെയ്യും, അത്രേ ഉള്ളൂ. ആ ഒരു 30 മിനിറ്റ്സ് 25-30 മിനിറ്റ്സ് എടുത്തു. അപ്പം ആ ഒരു ടാസ്ക് ഫിനിഷ് ആയല്ലോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും 4:55 ആയിട്ടുണ്ട്. 5 മണി ആയപ്പോഴത്തേനും ഷൂ ഒക്കെ ഇട്ട് റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഷൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വർക്കൗട്ട് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ എനിക്ക് ഒന്നൊരു 30 മിനിറ്റ് എടുത്തിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ. ഇടയിൽ നമുക്കൊന്ന് ഷൂട്ടിങ്ങും ഉണ്ടല്ലോ, ഇടയ്ക്ക് വന്നൊന്ന് ക്യാമറ കട്ട് ചെയ്യാനോ ഒക്കെയുള്ള ഒരു സമയവും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു 30 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ജമ്പിങ്ങും റണ്ണിങ്ങും എല്ലാം ഉള്ള ഒരു എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് ഇതുപോലെ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അതൊരു റിലാക്സിങ് ആണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ശരിക്കും മടിയായിട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വർക്കൗട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തളരുമല്ലോ. പക്ഷെ എന്തായാലും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, അത്രയും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ എന്തായാലും എനിക്കിതാ ലോണ്ട്രി അലക്കി വാഷിംഗ് മെഷീനിൽ കിടപ്പുണ്ട്. അതൊന്ന് നിവർത്തിയിടുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും ശരിക്കും പറഞ്ഞാൽ ആ ഒരു പണി പോലും ഇങ്ങനെ തളർന്നൊടിഞ്ഞാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാലും നമുക്ക് ചെയ്ത് തീർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാം. അപ്പോൾ പയ്യെ ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കി. പ്രെയർ കഴിഞ്ഞു, കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു, വർക്കൗട്ട് കഴിഞ്ഞു, ലോണ്ട്രി കഴിഞ്ഞു. ഉള്ളതാണ് പിക്കപ്പ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അപ്പോൾ നല്ല മടിയായി പിക്കപ്പ് ചെയ്യാൻ വേണ്ടി. അത് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. എന്തായാലും ഇരുട്ടുമാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചെടിക്കൊന്ന് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഒന്ന് നമുക്ക് പയ്യെ ഒന്ന് സാവകാശത്തിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പമാവ് അഴിക്കാനുണ്ട്. അപ്പോൾ അതെന്തായാലും വെക്കാനും പറ്റില്ല, വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ചെടീൻ്റെ കാര്യം ഒന്ന് നോക്കാം, അതുപോലെ അപ്പമാവും ഒന്ന് അടിക്കാം. പിക്കപ്പ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ വന്നിട്ട് അവരുടെ ഒപ്പം ഒന്ന് രാത്രി ചെയ്യാം. അങ്ങനെ വിചാരിച്ച് ഞാൻ നമ്മുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടോ. അപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ 6 മണി ആവാറായി. അപ്പോൾ അടുത്ത പ്രെയർ ടൈം ആവാറായി. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു നമ്മൾ ലിസ്റ്റ് ഇട്ടതല്ലേ, ചെടിക്ക് വേഗം തന്നെ അധികം ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ആ പ്ലാന്റ്സിന് ഒന്ന് വെള്ളം ഒഴിക്കണം, എന്തെങ്കിലും ഒരു യെല്ലോ ലീവ്സോ ഒന്ന് ഉണങ്ങിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കളയണം, അത്രയേ ഉള്ളൂ കേട്ടോ പണി.
എനിക്കിങ്ങനെ നല്ല ഭംഗിയുള്ള വാട്ടറിങ് ക്യാൻസ് ഒന്നും ഇല്ല കേട്ടോ. നല്ല രസമായിട്ട് ഇങ്ങനെ ഫൗണ്ടൻ പോലെ വരുന്ന വാട്ടറിങ് ക്യാൻസ് അതൊക്കെ വേണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഇതുപോലുള്ളൊരു ഓറഞ്ച് വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു ക്യാനും ഉണ്ട്. അതിൽ രണ്ടിലും കൂടിയാണ് കേട്ടോ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. ഇവിടെ അധികം ചെടിയൊന്നുമില്ല, ബാൽക്കണിയിൽ 1-2 ചെടി. ഈ ബാൽക്കണിയിൽ ഒരു വേപ്പുണ്ട്. പിന്നെ ഈ ഒരു പോട്ടിൽ കുറച്ച് പുതിനയുണ്ട്. പുതിന ഞാൻ രണ്ടാമത് വെച്ചതാണ്. ആദ്യം വെച്ചത് ഞാൻ കുറച്ച് റീപോട്ടിംഗ് ഒക്കെ ചെയ്ത് ഉണങ്ങിപ്പോയി. ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേനും ഒരു വലിയ പോട്ടിൽ വെച്ചപ്പോൾ അത് മുഴുവൻ നിരന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് മല്ലിയുടെ വിത്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, ഉണ്ടായി കിട്ടുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ആരോഗ്യക്കുറവ് പോലെ ഇങ്ങനെ തളർന്നൊടിഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വളമൊക്കെ കൊടുത്ത് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ബാൽക്കണിയിലുള്ള ആൾക്കാരാണ്. സ്പൈഡർ പ്ലാന്റ്, ഒരു തുളസി, പിന്നെ ഇതുണ്ട് പനിക്കൂർക്ക, അങ്ങനെ 1-2 ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കെയർ ആവശ്യമില്ലാത്ത ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ. മണി പ്ലാന്റ്, മാർബിൾ ഡിസൈനുള്ള മണി പ്ലാന്റ്, അതുപോലെ ടേർട്ടിൽ വൈൻ. ഇതൊന്നും നമുക്ക് വലിയ കെയർ ആവശ്യമില്ലല്ലോ. അത് വലിയ ജസ്റ്റ് ഒന്ന് നമുക്ക് അതിന് വെള്ളമൊഴിച്ച് കൊടുക്കുക, പിന്നെ അതിൻ്റെ യെല്ലോ ലീവ്സൊക്കെ ഒന്ന് മാറ്റിയാൽ തന്നെ അവർ അത്യാവശ്യം ഭംഗിയിൽ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ബാക്കിയുള്ളത് കാലിഗ്രാഫി കോഴ്സിൻ്റെ ഒരു അസൈൻമെൻറ്റ് തീർക്കാനുണ്ട്, പിന്നെ പിക്കപ്പ് ചെയ്യാനുണ്ട്, അപ്പം മാവ് ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്കും പ്രെയർ ടൈമൊക്കെ ആയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് ഫ്രഷായി പ്രെയറൊക്കെ കഴിഞ്ഞ് ബാക്കി ഇനി എന്താ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പുഡിങ് ചെയ്തില്ലായിരുന്നോ, അപ്പോൾ അത് അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഒരു പൊടിക്ക് സെറ്റിങ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അവർ പറഞ്ഞതിലും ഒരു ഇച്ചിരി ഗ്രാംസ് നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നറിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഞാനപ്പോൾ എനിക്ക് റാഗി ദോശ ഉണ്ടാക്കാൻ വേണ്ടി കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അപ്പം മാവ് അടിച്ചു തീർക്കണമല്ലോ. അപ്പോൾ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തേങ്ങയും ചോറും പിന്നെ കുറച്ച് ഈസ്റ്റും ഇടാറുണ്ട്. മിക്കവാറും കപ്പി കാച്ചാറുണ്ട് കേട്ടോ. നമ്മൾ കലക്കി വെച്ച മാവ് തന്നെ എടുത്തിട്ട് കപ്പി കാച്ചി വെച്ചിട്ടാണ് അപ്പം ചുടുന്നത്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ അപ്പം കിട്ടുന്നുണ്ട്. എന്നാലും ഫുൾ മാർക്ക് കൊടുക്കാനായിട്ടില്ല കേട്ടോ. അതിനി കുറച്ചുകൂടി ശരിയാവാനുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോറും പിന്നെ ഇടയ്ക്ക് നമ്മുടെ അവലില്ലേ അതും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ചെയ്യുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് വരാറുണ്ട്. ബ്രൗൺ അവലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്നാലും അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റായിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നറിന് വേണ്ടിയിട്ട് റാഗി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ തോറ്റു കൊടുക്കില്ലല്ലോ, വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അത്ര നന്നാവാത്ത റാഗി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവയാണ് കേട്ടോ. കാസ്റ്റ് അയറിൻ്റെ തവ ഞാൻ എടുത്തിട്ടില്ല. ഒന്നാമത് റാഗി ദോശ നീർദോശ പോലെയാണ് ചെയ്യുന്നത്, പക്ഷെ അത് ശരിയായിട്ടില്ല. അപ്പോൾ പിന്നെ കാസ്റ്റ് അയണും കൂടി എടുത്തു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് ആകെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് തന്നെ എടുത്തത്. അപ്പോൾ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നീർദോശ പോലെ വരുന്നുണ്ട്, പക്ഷെ വലിയ വലിയ ഹോള് വരുന്നു. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അതിൽ ഹോള് വരുന്നില്ല. അങ്ങനത്തെ 2 ഇഷ്യൂസാണ് വന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ശ്രമമാണ് കേട്ടോ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റാഗി കണ്ടോ പൊടിഞ്ഞ് പോന്നു. പക്ഷേ സംഭവം ടേസ്റ്റൊക്കെ ആയിട്ട് തന്നെ കിട്ടി കേട്ടോ. പക്ഷെ പൊടിഞ്ഞാണ് കിട്ടിയത്. അപ്പോൾ 2 ദോശയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ രണ്ടാമത്തെ ഒഴിക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ചട്ടി അത്യാവശ്യം നല്ല ചൂടായിട്ടിരിക്കണം നീർദോശ ചെയ്യുമ്പോൾ.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോനെ മലയാളം ഏതോ ഒരു സ്കൂൾ റിലേ മത്സരത്തിൻ്റെ തത്സമയ സംപ്രേഷണം എങ്ങനെയാണെന്നുള്ളത് എഴുതാനുണ്ട്. അപ്പോൾ അത് അവൻ കാണാതെ പഠിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എന്തായാലും വലിയ അത്ര ശരിയാവാത്തൊരു റാഗി ദോശ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെന്താ, അപ്പമാവ് ഇതുപോലെ നല്ല പോലെ ഒന്ന് കലക്കി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെപ്പോഴും കൈ വെച്ച് നല്ല പോലെ തിരുമ്മി എടുക്കുമ്പോഴാണ് അത് നന്നായിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ചെയ്തു. കുറച്ച് നേരം ഫ്രിഡ്ജിലിരുന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പുഡിംഗ് ഒക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുമല്ലോ. അപ്പോൾ അതാ നമ്മുടെ പുഡിംഗ് കട്ട് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനോഗ്രേഷനാണ് പുഡിങ്ങിൻ്റെതാ ഒരു പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 കുട്ടികളും വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് പുഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല, കാരണം ഒരു പൊടിക്ക് കട്ടി കൂടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കുറച്ച് താഴ്ന്ന കൺസിസ്റ്റൻസി ആയിട്ടാണ് കേട്ടോ വരേണ്ടത്. എന്തായാലും പക്ഷെ നല്ല ടേസ്റ്റ് ആൻഡ് ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പമാവ് റെഡിയായി. കിച്ചണൊക്കെ ഏകദേശം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് ഇട്ടതിൽ പെൻഡിങ് ആയിട്ടുള്ള ടാസ്ക് വന്നത് കാലിഗ്രഫി അസൈൻമെൻ്റ് ആണ്. ബാക്കിയൊക്കെ ഒരുവിധം പിക്കപ്പും ഞാൻ ചെയ്തു. അപ്പം ബാക്കി ലിസ്റ്റിലുള്ള എല്ലാ പണികളും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നത് അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രമാണ് അത്രയും കാര്യങ്ങൾ ചെയ്തത്. അതല്ലെങ്കിൽ നമ്മൾ ഇടയിൽ എന്തായാലും എന്തെങ്കിലും കാര്യം വന്ന് ഉഴപ്പി പോകുന്ന എനിക്ക് ഉറപ്പാണ്. പിന്നെ ഞങ്ങൾ ഒരു മൂവി കാണാനിരുന്നു. നമ്മുടെ ലാലേട്ടൻ്റെ മരക്കാറാണ് കണ്ടത് കേട്ടോ. അത് അന്നത്തെ ദിവസം കണ്ടു തീർത്തില്ല കേട്ടോ, കാരണം അത് 3 മണിക്കൂറിൻ്റെ എന്തോ ഒരു മൂവിയാണ്. അപ്പം ഓരോരോ മണിക്കൂർ വെച്ചിട്ട് 3 ദിവസം കൊണ്ടാണ് കണ്ടു തീർത്തത്. നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല. നല്ല അഭിനയവും നല്ല പാട്ടും നല്ല ഫൈറ്റും ഒരു എന്താ പറയുക, വടക്കൻ വീരഗാഥയും എല്ലാം കാണുന്ന പോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവി തന്നെയായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈവനിങ് വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ടു ഡു ലിസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ജോലികൾ തീർക്കാമെന്നും അതുപോലെ ഇങ്ങനെ നമ്മൾ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് ജോലികൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ അല്ലേ. എന്നാൽ നമുക്ക് കുറച്ച് ജോലികൾ ഇങ്ങനെ ചെയ്യാം. എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്, അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ്, അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നല്ല ഇഷ്ടപ്പെടുന്ന കണ്ടൻറ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളൊരു ഹോം മേക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലുള്ള ടിപ്സും ഇതുപോലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള വ്ളോഗ്സും അല്ലാതെയുള്ള നോർമൽ വ്ളോഗ്സും എല്ലാമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കണ്ടൻറ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.